ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? SPV കമ്പനി എന്നാ പറയുന്നത്. ഒരു SPV കമ്പനിയായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിലവിലുള്ള രണ്ടിൽ കൂടുതൽ കമ്പനീസോ ചേർന്ന് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടി വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോയിന്റ് വെഞ്ചർ കമ്പനി എന്ന് വിളിക്കും, അഥവാ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. ആ വാക്കിന്റെ അർത്ഥം ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി അഥവാ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേരാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി. ഒരു ഉദാഹരണം പറഞ്ഞാൽ എയും ബിയും സി എന്ന് പറയുന്ന 3 കമ്പനിയുണ്ട്. ഈ 3 കമ്പനികളും കൂടെ ചേർന്ന് അവർക്ക് വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കണം. എന്താ പറയാ, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ അറൗണ്ട് ഒരു 150-200 കോടിയുടെ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കണം. അപ്പോ ഈ 3 കമ്പനിക്കും ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടം വരാം, ചിലപ്പോൾ ലാഭം വരാം, അതിന്റെ ഒരുപാട് അക്കൗണ്ടിങ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സിറ്റീസ് ഒഴിവാക്കാനായിട്ട് ഈ 3 പ്രോജക്റ്റ് കിട്ടിയ കമ്പനികളും കൂടെ ചേർന്ന് 4മതൊരു കമ്പനി രജിസ്റ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ABC പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ആ കമ്പനിയെ കൊണ്ട് ഈ പ്രോജക്റ്റ് ചെയ്യും. ഇത്തരം കമ്പനികളെയാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി എന്ന് പറയുന്നത്, അഥവാ SPV കമ്പനി എന്ന് പറയുന്നത്. നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കേട്ടില്ല എന്ന് പറയുന്ന പോലെ മെയിൻ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഒരു റിസ്കി ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ബെറ്റർ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ നല്ലത്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ട്നേഴ്സ് അഥവാ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനീസ് എല്ലാവരും കൂടെ അതിന്റെ ഷെയർ എടുത്തുകൊണ്ട് വേറൊരു കമ്പനി തുടങ്ങും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മറക്കരുത്. എയും ബിയും സിയും 3 കമ്പനികളുണ്ട്. ഈ 3 കമ്പനികൾക്കും വലിയൊരു പ്രോജക്റ്റ് കിട്ടി. ആ 3 കമ്പനികൾക്ക് ഈ പ്രോജക്റ്റ് എത്രത്തോളം വയബിൾ ആവും എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലതിൽ പോകാമായിരിക്കാം. പക്ഷേ ഈ 3 കമ്പനിയുടെ മെയിൻ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ ബാധിക്കുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു 4മതൊരു കമ്പനി രജിസ്റ്റർ ചെയ്യും. അതിൽ എ കമ്പനിയും ബി കമ്പനിയും ഷെയർ, ഈ പറഞ്ഞ സി കമ്പനിയും കൂടെ ചേർന്ന് ഷെയർ എടുത്ത് 4മതൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് അതിനൊരു പേരിടും. ABC എന്നാണ്, പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ കമ്പനി ആയിരിക്കും ഇനി ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇത്തരം ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം, ഒരു പീരീഡിലേക്ക് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളുടെ പേരാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി. ഇന്ന് നമ്മൾ ഇന്ത്യയിലും വെളിയിലും പലയിടത്തും കാണുന്ന നല്ലൊരു ശതമാനം വലിയ പ്രോജക്ട്സും SPV കൺസെപ്റ്റിലാണ് അതിനെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ L&T റോഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാവും, നമ്മൾ പലയിടത്തും കാണുന്ന സ്മാർട്ട് സിറ്റി പ്രോജക്ട്സ് ഉണ്ട് അല്ലെ, അതൊക്കെ പല കമ്പനികളും കൂടി ചേർന്നാണെങ്കിലും പക്ഷെ ഇതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഇത്തരത്തിൽ വലിയ മെയിൻ കമ്പനിയുടെ ബാധിക്കാത്ത രീതിയിൽ തന്നെ വേറൊരു കമ്പനി കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് SPV കമ്പനി എന്ന് പറയുന്നത്.